നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് സ്മാർട്ട് ട്രാവൽസിൻ്റെ CEO ആഫി അഹമ്മദ് ഇക്കയോടൊപ്പമാണ്. ഇപ്പോഴത്തെ കറണ്ട് സാഹചര്യത്തിൽ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഒരു പാനിക് സിറ്റുവേഷൻ അല്ല. കാരണം നമ്മുടെ UAE ഭരണാധികാരികൾ എല്ലാ രീതിയിലും വളരെ ശ്രദ്ധാപൂർവമാണ് കാര്യങ്ങൾ വീക്ഷിക്കുന്നത്. ഇപ്പം ഒരു വിധത്തിൽ എയർലൈൻസിൻ്റെ ഒരു ഷെഡ്യൂളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓപ്പണായി തുടങ്ങിയിട്ടുണ്ട്. അതനുസരിച്ച് ഞങ്ങളും കുറേ ആൾക്കാരെ നാട്ടിലേക്ക് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്കുള്ള അറേഞ്ച്മെൻറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു പാനിക് സിറ്റുവേഷൻ അല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് വേണമെങ്കിലും കാര്യങ്ങളും വേണമെങ്കിൽ നമ്മുടെ ബ്രാഞ്ചുകളൊക്കെ ഓപ്പണാണ്. ദുബായ്, റാസൽ ഖൈമ, ഫുജീറ എല്ലാ ബ്രാഞ്ചും ഓപ്പണാണ്. ഷാർജ ബ്രാഞ്ചൊക്കെ ഓപ്പണാണ്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ മൊത്തം സ്റ്റാഫും 160 സ്റ്റാഫും വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അത്രയും എൻക്വയറീസും ഉണ്ട്, അത്രയും എല്ലാവരുടെ നീഡ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് നോർമൽ ആണെന്നാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് മാക്സിമം. ഇപ്പം നാട്ടിൽ നിൽക്കുന്നവരുണ്ട്, സ്റ്റക്കായവർക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി അവർ വളരെ ബുദ്ധിമുട്ടുന്നു എന്ന് പറയുന്നു. ടിക്കറ്റ് കിട്ടുന്നില്ല. അതിന് എങ്ങനെയാണ്? ഇല്ല, പല എയർലൈൻസുകളും നമുക്കിപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ട്. പലരും ഒമാൻ വഴി വരുന്നു, ഒമാനിൽ ഇങ്ങോട്ടേക്ക് ബോർഡർ വഴി വരുന്നുണ്ട്. പിന്നെ ഒമാൻ മസ്കത്ത് ത്രൂ പിന്നെ ഫുജീറ വരെ ഇന്നലെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇല്ല, അവൈലബിൾ ഫ്ലൈറ്റിനൊക്കെ നമ്മൾ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ചിട്ട് എവിടെയാണ് അവൈലബിൾ ഉള്ളത് അവിടെ നമ്മൾ അവരെ കണക്ട് ചെയ്ത് കൊടുക്കും. അതായത് നമുക്ക് ഒരു പക്ഷേ പോകണമെങ്കിൽ ബൈ ബസ് ഇവിടെ നിന്ന് ഒമാനിൽ എത്തിച്ചിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഏതെങ്കിലും കണക്ഷൻ ഫ്ലൈറ്റിനൊക്കെ അവിടത്തേക്ക് ട്രാവൽ ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് അത് ആൾക്കാരുടെ റിക്വയർമെൻറ്റും അതനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് അവർക്ക് സർവീസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മൾ സർവീസ് കൊടുക്കുക. ഓക്കെ, ഈ സാഹചര്യത്തെ എങ്ങനെയാണ് നമ്മുടെ സ്മാർട്ട് ട്രാവൽസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുന്നത്? ഇതൊരു ക്രൈസിസ് മാനേജ്മെൻ്റ് ആണ് എപ്പോഴും പറയും പോലെ. പക്ഷേ അതിനെ തരണം ചെയ്യും. കാരണം അത് ഓൾറെഡി പ്രൂവൻ ടെസ്റ്റാണ്. നമ്മളെ UAE ഉള്ളത്. UAE ഒരു കാരണവശാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ജാഗ്രത മതി എന്ന് പറയുന്ന ഒരു നേതാക്കളുടെ നമ്മൾ അവരുടെ ഭരണാധികാരികളാണ് നമ്മളെ വിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് ജാഗ്രത മതി എന്ന് മാത്രമേ ഉള്ളൂ, ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് വേണമെങ്കിൽ ഈ നമ്മുടെ തന്നെ ഏത് നമ്പറിൽ ഓൺലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്മാർട്ട് ട്രാവൽസിൻ്റെ ഏത് ഓൺലൈൻ നമ്പർ, ഏത് സ്റ്റാഫ് നമ്പറും പലർക്കും എല്ലാവരുടെയും നമ്പർ അറിയാം. അല്ലെങ്കിൽ നമ്മൾ വെബ്സൈറ്റിനകത്ത് കിട്ടും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും സ്മാർട്ട് ട്രാവൽസിൻ്റെ വെബ്സൈറ്റൊക്കെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഫ്ലയർ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രാഞ്ചിലെ സ്റ്റാഫ് നമ്പർ ആണെങ്കിൽ ആരെ വിളിച്ചാലും അവർ എന്ത് ചെയ്യും, അവരുടെ അറ്റ് സർവീസ് 24/7 അവർ എന്ത് ചെയ്യുന്നുണ്ട്, സർവീസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഉടനെ തന്നെ തരണം ചെയ്യുമെന്നും വളരെ സ്മൂത്തായിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് ഇക്കയുടെ വിശ്വാസം. അത് തന്നെയാണ്. കാരണം ഇവിടുത്തെ ഭരണാധികാരികളും പറയുന്നത് തന്നെയല്ലേ, ഇത് എത്രയും പെട്ടെന്ന് തരണം ചെയ്യും, അതുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഇവിടുത്തെ ഞാനിപ്പം പറയുന്നവർ തന്നെയാണ്. ഇവിടെ നമ്മൾ വിശ്വസിക്കുന്ന ഈ നാട്ടിലെ നേതാക്കന്മാർ ഇത് ഭരണാധികാരികളാണ്. അതുകൊണ്ട് അവരെ ഫുൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഇത് തരണം ചെയ്യും. ഇതെന്തായാലും പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്.